ഒന്നിനും കൊള്ളാത്തൊരു സ്ത്രീ, ഒന്നിനും കൊള്ളാത്തതെന്ന് പറയാൻ വേറെ ചിലതിന് കൊള്ളാമായിരിക്കാം. പിണറായി വിജയൻ എന്തൊരു കൂട്ടത്തിക്കില്ല, ഇവര് പേടിക്കുന്ന എന്ത് പറയാനാണ്? ഇതുപോലെ നാണം കെട്ട ഒരു സ്ത്രീയെ പിടിച്ച് മന്ത്രിയായിട്ട് വെച്ചിരിക്കുന്നത്. പിണറായി വിജയൻ വിവരക്കിടന്നല്ല എന്താ മറുപടി പറഞ്ഞു? ഒരു മന്ത്രി എന്നതിൽ അവർ പരാജയമാണ്. എന്ന് മാത്രമല്ല അവരെ കൊണ്ട് ഇത് കറ്റുകയില്ല. അവര് ഇത് സംബന്ധിച്ച് അവരും ബാസുവിനും അവിടെ ചെല്ലാതിരുന്നെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെട്ടതെന്ന് കരുതുന്ന അവിടെ ആളുകൾ മുഴുവൻ പറഞ്ഞു അതിനകത്ത് ആളുണ്ടെന്ന്. അവിടെ ആള് വരാൻ അവിടെ കിടക്കാൻ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2013 PWD 5 ഈ കെട്ടണമെന്ന് റിപ്പോർട്ട് കൊടുത്തതാ. ആ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് അവിടെ രോഗികളെ കടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? എന്തൊരു മര്യാദയാണെന്ന് ആലോചിച്ച്. ഈ മന്ത്രി ആ സ്ഥാനത്ത് കൊടുക്കുന്നത് നാണക്കേടാണെന്ന് മാത്രമല്ല, പിണറായി വിജയന് കൊള്ളാം. അതിന്റെ എന്താണ് ആവശ്യം എനിക്കറിയത്തില്ല. അങ്ങനെ കേൾക്കാൻ മേല. ഇപ്പോ തിരുവനന്തപുരത്ത് ഇവിടെ കോട്ടയത്തുണ്ടായിട്ട് ആ സമോസ സന്ദർശിക്കുന്ന പോലെ നേരെ അദ്ദേഹം പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ എന്തിനാണ് പിണറായി വിജയൻ പോകുന്നതെന്ന് ഞാൻ 15 കൊല്ലം മുമ്പേ കേരളത്തിൽ ഞാൻ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ദുബായ് വഴിയേ പോവുള്ളൂ. അതിന്റെ സാമ്പത്തിക ഇടപാടാണ്, മകളുടെയും സാമ്പത്തിക ഇടപാടാണ്. അതിന്റെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് അടുത്ത വീഡിയോ അതാണ്. അപ്പം ഇതില് ഇവര് വീണ ജോർജ് എങ്ങനെയാ മന്ത്രിയായത്? ഈ ശൈലജ ടീച്ചറെ പോലെ ഒരു എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്തിട്ട് നാടിനുവേണ്ടി വർക്ക് ചെയ്തിട്ട് ശൈലജ ടീച്ചറിനെ പോലെ മുഖ്യമന്ത്രിയായ യോഗ്യയായ ഒരു സ്ത്രീ ഉള്ളപ്പോഴാണ് ഇതുപോലെ ഒന്നിനും കൊള്ളാത്തൊരു സ്ത്രീ, ഒന്നിനും കൊള്ളാത്തതെന്ന് പറയാൻ വേറെ ചിലതിന് കൊള്ളാമായിരിക്കാം, അതുകൊണ്ട് മന്ത്രിയാക്കി വെച്ച്. എന്തൊരു മോശമായത്! എനിക്ക് പുച്ഛം തോന്നുന്നു മാത്രമേ ഞാൻ സംബന്ധിച്ച് പറയുന്നു. പുച്ഛം തോന്നുന്നുണ്ട്. ഈ പാർട്ടി അണികളിൽ പോലും ഇപ്പോൾ ഭയങ്കര രൂപത്തിലുള്ള പ്രതിഷേധം വന്നിരിക്കുകയാണ് വീണ ജോർജിനെ കുറിച്ച്. കാരണം എന്താ പറയാ, പത്തനംതിട്ട ഞാനുള്ളവരെ MLA, ആ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ CPM പ്രവർത്തകരും ഇവർക്കെതിരായ നിലപാടാണ്. പാർട്ടിയായിട്ട് നിർത്തുകയും വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചവരെ. ഇതാണ് ഗതി. എന്താണ് ഇവരുടെ പ്രത്യേകത എനിക്ക് മനസ്സിലാകുന്നത്? പിണറായിക്ക് എന്താണ് ഇവരോട് ഇത്ര വലിയ ആഭിമുഖ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി അതുപോലെ ആരെങ്കിലും ഉള്ള ആഭിമുഖ്യത്തോണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. മോശമാണ് വളരെ. ഞാൻ അതുപോലെ തന്നെ ഈ സ്ഥാപനം തയ്ച്ചു സംബന്ധിച്ച് എല്ലാ വർഷവും മെഡിക്കൽ കോളേജിലെ PWD ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. 2013 PWD കൊടുത്ത റിപ്പോർട്ടിൽ ഇത് ഉടനെ അപകടകരമാണ്, ഇത് ആളെ കിടത്താൻ പാടില്ലെന്ന് പറയുക. പക്ഷെ അന്ന് വരെ കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശമായത് ആലോചിച്ച്. ആരോട് പറയാൻ കൊള്ളും? ആ PWD മന്ത്രി എന്ത് റിയാസ് മകളെ കെട്ടി കാണല്ലോ, അതുകൊണ്ട് പിണറായിക്ക് കുറ്റം പറയാൻ പറ്റുകയല്ലോ. എന്താ മര്യാദ? പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് എന്ത് കാര്യമായിട്ട് പോയിരിക്കുക അമേരിക്കയെ? മുഖ്യമന്ത്രി ചാർജ് ആർക്ക് കൊടുത്തില്ല. കൊടുത്താൽ മരുവനുള്ള വേറെ ഒന്നും കൊടുക്കാൻ പുള്ളിക്ക് ഇഷ്ടമല്ല. മരുവന് കൊടുക്കാൻ പേര് ദോഷമാവും. അതിനൊന്നും കൊടുക്കുന്നില്ല. അന്തിമ വെച്ചു അയാളെയൊക്കെ പിടിച്ച് മന്ത്രിയായിട്ട് വെച്ചിരിക്കുന്നത് മര്യാദ. വീണ ജോർജിനെ കുറിച്ച് അങ്ങ് മുമ്പ് പറഞ്ഞൊരു ഇതുണ്ട്, അവർക്ക് പൊട്ടിട്ട് നടക്കാനുള്ള സമയമേ ഉള്ളൂ, നാട് ഈ ആരോഗ്യവകുപ്പ് നോക്കാനുള്ള സമയമില്ല എന്ന്. ഞാൻ സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് സംശയം വേണ്ട. ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയെ മൊത്തം എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇപ്പം ഞാൻ ചോദിട്ടെ, ആരോഗ്യ മേഖല മുഴുവൻ തകർന്നില്ലേ? ഇത്രയും മോശമായ ഒരു വകുപ്പുണ്ട്. ഞാൻ ഉദാഹരണം ചോദിക്കുകയാണ്. എന്റെ മുൻകയം അവിടെ 1ാം തരം 3 നില കെട്ടിടം പണിത് എയർ കണ്ടീഷൻ പ്രസവസഹിതം 7 ഡോക്ടർമാരെ വെച്ച് ഉദ്ഘാടനം ചെയ്തത്. നമ്മളെ ടീച്ചറാണ് ഉദ്ഘാടിച്ചത്. മനസ്സിലായില്ലേ? ആ യോഗത്തിൽ 10,000 പേരും പങ്കെടുത്തതാണ്. ഇപ്പൊ 3 കൊല്ലമാണ് ഇവർ വന്ന് ഇവിടെ ഡോക്ടറും ഇല്ല, ആശുപത്രിയും പൂട്ടിക്കെട്ടി. സംഭവം എന്താണ് ഒന്ന് ആലോചിച്ച്. ലോകത്ത് ഇതുപോലെ ക്രൂര കാണിക്കാനുണ്ടോ? ഇത് പൂഞ്ഞാർ ആശുപത്രി, അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. എന്റെ ഏരിയ മാത്രം ഞാൻ പറയുക. കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. ആശുപത്രിയും പൂട്ടിയിട്ടിരിക്കുക. ഒരു ഡോക്ടർ വന്നാലായി, വല്ലപ്പോഴും വന്നാലും 2 മണിക്കൂറും പുള്ളി വിളിക്കുമോ? എന്തൊരു ഗതികേടായത്! പേരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ഈ കേരളത്തിന്റെ ഗതികേടാണ്. ഇത് പ്രതികരിക്കാനുള്ള ആളില്ല. പ്രതിപക്ഷം ഒരു സാധനം ഉണ്ടായി എന്ത് ചെയ്യും? അവർക്ക് പരാതിയില്ല. പിന്നെ നമ്മളെന്ത് പറയാനാ? എന്തും നടക്കട്ടെ. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. വീണ ജോർജ് ഇപ്പോഴും സ്ഥാനത്തിരിക്കുകയാണല്ലോ. സ്ഥാനത്തല്ല ഇരിക്കുക, മന്ത്രിപ്പണിയിലിരിക്കുക. ഏത് സ്ഥാനം അതായത് ഓടിടക്കില്ലേ എല്ലായിടത്തും. ഇപ്പൊ ഇനി ഓടിയടപ്പ് പറയുമായിരിക്കും, അടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. അവര് പാർട്ടി അണികളോട് പോലും തട്ടിക്കേറുകയാണ്. ഇത്ര ധൈര്യം എവിടുന്ന വീണ ജോർജിന് കിട്ടുന്നത്? ആ പിണറായി വിജയന്റെ ധൈര്യം. പിണറായി വിജയൻ എന്തൊരു കൂട്ടത്തിക്കില്ല. ഇവര് പേടിക്കുന്ന പിണറായി വിജയനെ പേടിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ആരെ പേടിക്കാന്? പണ്ട് CS ഉണ്ടായിരുന്നപ്പോ PS എങ്കിലും വല്ലതും പ്രതികരിക്കാന്ന്. PS കേൾക്കാൻ കടന്നുപോയി. ആര് പ്രതികരിക്കാൻ?
ആരുടെ തൊഴിലാളി ചെയ്യും, അത്ര തന്നെ. ഈ ആരോഗ്യ മേഖലയിൽ വൻ തോതിലുള്ള അഴിമതികളാണ് നടന്നത്. മരുന്ന്, പഴയ മരുന്ന് വരുന്നു, ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരുന്നു, പട്ടിക്കുള്ള വിഷം മേടിക്കുന്നത്, ആക്റ്റീവായിട്ടുള്ള വാക്സിൻ അല്ല വരുന്നത്, അത് കുത്തിവെച്ചവരൊക്കെ തന്നെ മരിക്കുന്നു. അങ്ങനെ ഈ രൂപത്തിൽ അതുപോലെ എക്യുപ്മെന്റ്സ് മേടിക്കുന്നതെല്ലാം അഴിമതി. ഇതെല്ലാം വീണ ജോർജും ഭർത്താവും കൂടി ഇരുന്നിട്ട് ഓരോ ശനി ഞായറും ഇരുന്ന് ഈ ഫാർമസികളുമായി വില പേശി കമ്മീഷൻ ഉറപ്പിക്കുകയാണെന്നൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ചൊന്നും അങ്ങനത്തെ പ്രതികരിക്കാത്തത്? ഞാൻ പറയാത്ത ഇതെല്ലാം സത്യമാണ്, ആർക്കും അറിയില്ല, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരാശുപത്രിയിലും മരുന്നില്ല, മരുന്നുണ്ടെങ്കിൽ തന്നെ അത് രണ്ടാം തരമാണ്, അതിന്റെ ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് പോലെ മേടിക്കുന്നത് മര്യാദയല്ലേ? അത് തന്നെ കേരളത്തില് അല്ല, മരുന്ന് കമ്പനിയുടെ ചാകരയാണ് കേരളം. മരുന്ന് കമ്പനി എല്ലാവരും, ഈ മലയാളിക്ക് ഒരു സോക്കറുണ്ട്, എന്ത് വന്നാലും അസുഖം, ഏത് ചെറിയ അസുഖം വന്നാലും അന്നേരം ഗുളികയിലല്ലേ, ഈ ടാബ്ലറ്റ് തിന്നു നിന്നല്ലേ നമ്മുടെ മനുഷ്യൻ മരിക്കാറായിക്കുന്നത്. ഇന്ന് ഷുഗറും പ്രഷറും ഇല്ലാത്ത മനുഷ്യൻ വല്ലതും കേരളത്തിലുണ്ടോ? ഈ ആരോഗ്യരംഗം മുഴുവൻ തകർത്തതിന് ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മാറി പറഞ്ഞ് എല്ലാ ഗവൺമെന്റ് ഉത്തരവാദിത്വം വഹിച്ചേ പറ്റുള്ളൂ എന്റെ അഭിപ്രായം. അതിപ്പോ പുതിയൊരു കക്ഷി വന്നപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി, എന്ത് വൃത്തിയും കാണിക്കാമെന്നു. അതാണ് ഈ 3 കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന അപകടം. വലിയ ഗതികേടിലാണ്, അത്ര പറയാനുള്ളത്. താങ്കൾക്കെതിരെ ഇതുപോലെ അവരെ വിമർശിച്ചതിന്, ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ താങ്കൾ വിമർശിച്ചതിന് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് താങ്കൾക്കെതിരെ, എനിക്കെതിരെ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പോലീസുകാരനെ ഇപ്പൊ മുഖ്യമന്ത്രി വിളിച്ച് കേസെടുക്കും. പക്ഷെ ഇതിനെ കോടതിയിൽ നിന്നൊരു സംവിധാനമുണ്ട്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. അവർക്ക് സൈഡില്ലെന്ന് മാത്രം അവർ കാണുന്ന കേൾക്കുന്ന അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ട് വിധി പറയും. അപ്പൊ എനിക്ക് ജാമ്യം കിട്ടും. 4 പ്രാവശ്യം പിണറായി വിജയനെ പിടിച്ചുകൊണ്ട് ആരാക്കിയില്ലേ, എല്ലാ കോടതിയെല്ലാം ജാമ്യം തന്നു. പിന്നെ പിണറായി വിജയൻ ഉറച്ചു താമസിച്ച വീട്ടിലെ ആൾക്ക് ജഡ്ജി ആയാൽ ആള് വേണമെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് വിധി പറയും. മനസ്സിലായോ? പിണറായി വിജയൻ ഒളിച്ചു താമസിച്ച് വീട്ടിൽ തരണം, അങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ നടക്കണമെന്ന് എന്റെ അഭിപ്രായം.